തല്ലിപ്പൊളിക്കാനാ തോന്നുന്ന കാര്യമാണ് പറയണത്. എല്ലാരും ഒറ്റക്കെട്ടാണ്. ഞാൻ എന്തിനു മുന്നോട്ടാണ് നല്ല കാര്യത്തിന്. മനുഷ്യാവകാശ ദിനത്തോടനുബന്ധിച്ച് നാഷണൽ ഫോറം ഫോർ പീപ്പിൾ റൈറ്റ്സിന്റെ കൊച്ചി താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മനുഷ്യാവകാശ ദിനാചരണത്തിന്റെ ഭാഗമായി പശ്ചിമ കൊച്ചിയിലെ സർക്കാർ ആശുപത്രികളുടെ ശോചനീയാവസ്ഥയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജനകീയ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. താലൂക്ക് പ്രസിഡന്റ് ഷമീർ പൂവത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ദേശീയ ചെയർമാൻ സോണി ജോബ് ഉദ്ഘാടനം ചെയ്തു. തല്ലിപ്പൊളിക്കാനാ തോന്നുന്ന കാര്യമാണ് പറയണത്. എല്ലാരും ഒറ്റക്കെട്ടാണ്. ഞാൻ എന്തിനു മുന്നോട്ടാണ് നല്ല കാര്യത്തിന്. അതന്നെ, അതുകൊണ്ടാ പറഞ്ഞത്. കാരണം എന്ന് വെച്ചാല് 30 കോടി ഞങ്ങളൊക്കെ ചെളിയിൽ വെച്ചാൽ ആദ്യം എറണാകുളം ആസ്പത്രിക്ക് കിട്ടണ 30 കോടിയാണ്. എന്ത് കാണിച്ചിവർ ഈ കാശ്? ഇന്ന് എറണാകുളം ആസ്പത്രിയിൽ എന്തുണ്ട്? അത് ഉണ്ടെങ്കിൽ തന്നെ പീസ് മേടിച്ചിട്ടാണ് രോഗികളെ കാശ് മേടിച്ചാണ് സ്കാനൊക്കെ എടുക്കണത്. ഗവൺമെന്റ് ആസ്പത്രി പിന്നെ എന്തിനു വെച്ചേക്കണാണ്? പാവത്തുകൾക്കാണ് ഗവൺമെന്റ് ആസ്പത്രി വെച്ചേക്കണത്. അത് പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ചീട്ടിന് വരെ കാശ് മേടിച്ച് കടലാസിന് വരെ കാശ് മേടിച്ചിട്ട് രോഗികളെ ചികിത്സിക്കണതാ. കാശ് കൊടുക്കണം. ഇപ്പൊ എനിക്കൊരു സ്കാൻ എഴുതി തന്നിട്ടുണ്ട്. പുറത്തതാ 800 രൂപ, ഇവിടെ 500 രൂപ കൊടുക്കാൻ പറഞ്ഞിട്ട് ഞാൻ പോയിട്ടില്ല. സ്കാനിന് എന്റെ ഇരിക്കുന്ന ചീട്ട്. ഇതാണ് ആസ്പത്രി ഗവൺമെന്റ്. അപ്പൊ പിന്നെ പ്രൈവറ്റ് അല്ല അതിനും നല്ലത്. ഞാൻ ഒരുപാട് ഇതിലൊക്കെ പ്രവർത്തിച്ച് നടന്ന വ്യക്തിയാണ്. ഇപ്പൊ എല്ലാത്തിന്ന് പിന്മാറി ഒറ്റക്കടക്കാണ്. സാമൂഹ്യ പ്രവർത്തകി, കാരുണ്യ പ്രവർത്തകി, ജനസേവകി എല്ലാമായിരുന്നു. ഇപ്പോഴും കാരുണ്യം എന്നിലുണ്ട്. ഒരുപാട് രോഗികളെ പാട്ടിലൂടെ റോട്ടിൽ നിന്ന് കളിച്ച് രക്ഷപ്പെടുത്തുന്ന ഒരു പെണ്ണാണ് ഞാൻ. മരുന്നിലും ഗുളികമലും 5 ഓപ്പറേഷൻ കഴിഞ്ഞ വ്യക്തിയാണ്. നല്ല 1-ാം തരം കരിങ്കല്ല് പണിക്കാരത്തി, യൂണിയൻ തൊഴിലാളിയും കെട്ടിടം തൊഴിലാളിയാണ്. 12 വയസ്സോട് ഞാൻ കെട്ടിടം തൊഴിലാളിയാണ്. 8 വയസ്സിൽ മീൻചിന്റെ കമാലക്കടയാണ്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് നിങ്ങളോടൊക്കെ. കാരണം നിങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം ഈ ഗവൺമെന്റും ഒക്കെ എന്താണ് കാണിക്കണത്. എന്തിനാ ഗവൺമെന്റ് ആസ്പത്രി എന്ന് പറഞ്ഞ് ചിത്രീകരിക്കണത്? ഒരു ഗതിയും പരഗതി ഇല്ലാത്തവർക്ക് എല്ലാ കാര്യവും അവിടുന്ന് ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് ആസ്പത്രി. ഇന്ന് അതെന്തുണ്ടത്? പകുതി മുക്കാലും സാധുക്കളോട് കാശ് മേടിച്ച് പിഴിഞ്ഞ് ഇവിടെ ഇച്ചിരി ഇതായിക്കൊണ്ട് ചെന്ന് ഇവിടെ പറ്റൂല വേറെ എടുത്ത് പോന്ന് പറയും. ആസ്പത്രി എത്രയൊക്കെ ആള് വരച്ച് പിന്നെ എന്താ ആസ്പത്രി എന്നാ പറയണത്? കുറെ ചെറിയിരുന്ന് മുദ്രാക്കിയും പിടിച്ച് കൊടിയും പിടിച്ച് മുന്നിലൊക്കെ നടന്ന പെണ്ണായിരുന്നു ഞാൻ. ഇപ്പം എല്ലാം വലിച്ചെറിഞ്ഞിട്ട് ഞാൻ രോഗികളെ മാത്രം. കാരണം 5 ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഞാൻ പലിശക്കെടുത്തും ഞാൻ കടം മേടിച്ചിട്ടാണ് എൻ്റെ ജീവൻ നിലനിർത്തിയേക്കണത്. അത് കാരണം ഏത് രോഗിനെ കണ്ടാലും അവരെ വിഷയം ചോദിച്ചാൽ റോട്ടിൽ നിന്ന് കളിച്ച് പാടി കാശുണ്ടാക്കി കൊടുത്ത് അവരെ രക്ഷപ്പെടുത്തും. അതിൽ നിന്നൊരു ഗുളിയ മേടിക്കില്ല, ഒരു ചായ മേടിച്ചൊഴിക്കില്ല. നോമ്പിന് പോലും എനിക്ക് ജ്യൂസ് പറഞ്ഞിട്ട് കഴിക്കാണ്ട് ഇന്ന് പാടിയ പെണ്ണാണ് ഞാൻ. മനസ്സിലാണ്ട്? ഇവിടുത്തെ SI സാറൊക്കെ എനിക്ക് 2 സാർമാർ എനിക്ക് ക്രെഡിറ്റ് തന്നതാണ്. ഇന്ന് വേൾഡ് കംപ്ലീറ്റ് വൈറലായ ഒരു പാട്ടുകാരിയാണ്. 28 കുട്ടികളോ കോലികളോ ഒപ്പന ടീച്ചറുമാണ് ഞാൻ. എന്തിനു മുന്നോട്ടാണ്? കാരണം നാടിന് വേണ്ടി, നമുക്ക് വേണ്ടി, നമ്മുടെ സത്യത്തിന് വേണ്ടി എന്തിനും ഞാൻ തയ്യാറാണ്. പക്ഷെ അത് അതേപോലെ ആയിരിക്കണം. എന്റെ സ്വഭാവം അനുസരിച്ച് ഇതൊക്കെ തല്ലിപ്പൊളിക്കും ഞാൻ. ജയിലിൽ പോണേലും ഒരു പേടിയില്ല. ഒരു മരണം അല്ല പറഞ്ഞിട്ടുള്ളൂ, 5-6 മരണമൊന്നുമില്ല. എന്റെ കാര്യമാണ്. ഇന്ന് ഞാൻ മരുന്നിലാണ് ഞാൻ. ഇന്ന് ഞാൻ കുളിയപ്പനത്തിൽ എന്റെ മോനോട് ഞാൻ സംസാരിക്കണത്. ഇപ്പൊ പോകണി കണ്ടതുണ്ടാ കേട്ടേ? ഇവിടെ ചെന്ന ഗുളിയ പുറത്ത് കഴിഞ്ഞിട്ട് തന്നെ ഞാനൊരു മാസം തെറപ്പന്റെ ഗുളിയ മേടിക്കണമെന്ന് അറിയാം പുറത്ത്. പിന്നെ എന്ത് മായിരം ആസ്പത്രി എന്ന് പറയുന്നത്? അതിലൊക്കെ എനിക്ക് വിഷയമുള്ളൂ. കാരണം ഞാൻ നാടിന് വേണ്ടി പോയിട്ടും നന്മയിലായിരിക്കണം ആരും. നല്ല രീതിയിൽ മുന്നോട്ടാണ് നമ്മുടെ നാട്. ഇന്ന് എല്ലാം പോയി, നാടും പോയി, ജനങ്ങളും പോയി. ഇന്ന് കുഞ്ഞുമക്കൾക്ക് വേണ്ടി വാക്കത്തി കോടാലി എടുക്കേണ്ട കാലഘട്ടങ്ങളാണ്. ഞാനൊക്കെ രാത്രി ഇറങ്ങി നടന്നിട്ട് ഒരു പീഡനം ഉണ്ടായിട്ടില്ല. ഇന്ന് അതല്ല, കുഞ്ഞുമക്കൾക്ക് വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റാത്ത അന്തരീക്ഷമാണ്. മനസ്സിലായിട്ടില്ല? അതിന് മാത്രം ഇന്ത്യക്കാരാണ് നമ്മുടെ ഈ കേരളത്തിൽ ഇറക്കിയേക്കണത്. ഇന്ത്യക്കാർ വന്നു വെച്ചാൽ ഇത്തരം നാശങ്ങളും സാധനങ്ങളുടെ വില കയറിയേക്കണത്. മനസ്സിലായിട്ടെ? ഞാനൊക്കെ കൺസ്ട്രക്ഷൻ തൊഴിലാളിയാണ്. 12 വയസ്സിൽ 14 രൂപ 50 പൈസ യൂണിയൻ കൂലി ലേഡീസിനും 20 രൂപ പുരുഷനും കൂലിയുള്ള സമയത്ത് പണിക്കാരിയാണ് ഞാൻ. ഈ ഒപ്പിന് ചോദ്യം വരും കേട്ടാ. ഈ ഒപ്പിന് ചോദ്യം വരും. ഈ ഒപ്പ് അങ്ങനത്തെ ഒപ്പാണ് അല്ല പറയണ. ഈ ഒപ്പിന് ഞാൻ ചോദ്യം ചെയ്യുന്നതാണ് പറഞ്ഞത്. അത്യാവശ്യമായിട്ടുള്ള ഒരു ICU സംവിധാനം ഈ ഒരു ഹോസ്പിറ്റലുകളിൽ ഇല്ല എന്നുള്ളതാണ് സത്യം. കാരണം പെട്ടെന്നൊരു നെഞ്ചുവേദനയുമായി വരുന്ന രോഗി ഇവിടെ ആംബുലൻസ് എറണാകുളം ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പ് മരണപ്പെടുന്ന അവസ്ഥകൾ പലർക്കും അനുഭവമായിട്ടുള്ളതാണ്. എല്ലാവരും പറയും കൊച്ചി ഭയങ്കര വികസനമാണ്. കൊച്ചി എവിടെ വികസിച്ചിട്ടുണ്ട്? കുറെ റോഡുകളും തോടുകളൊക്കെ വികസിച്ചിട്ടുണ്ട്. അല്ലാതെ ആരോഗ്യ മേഖലകളിൽ കൊച്ചി വികസിച്ചിട്ടില്ല. കാരണം ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികൾ, ഏറ്റവും കൂടുതൽ കിടപ്പ് രോഗികളുള്ളത് കൊച്ചിയിൽ തന്നെയാണ്. എടുത്താൽ അറിയാൻ പറ്റും. കിഡ്നി രോഗികൾ കൊച്ചിയിലുണ്ട്. പക്ഷെ അതിൻ്റെതായ സംവിധാനങ്ങൾ കൊച്ചിയിലില്ല. ഇവിടെ ഒരു ഡയാലിസിസ് സെന്റർ ഉണ്ടായിരുന്നു ഈ ഫോർട്ട് കൊച്ചി ഹോസ്പിറ്റലിൽ. ഇപ്പോൾ അത് പൂട്ടിക്കിടക്കുകയാണ്. ആരും അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടില്ല. ഇപ്പൊ ക്യാൻസർ രോഗികൾ തന്നെ പറയുകയാണെങ്കിൽ ക്യാൻസർ രോഗത്തിനുള്ള എല്ലാ സംവിധാനങ്ങളും എറണാകുളം ഹോസ്പിറ്റലിൽ ഉണ്ട് എന്നുള്ളതാണ് എല്ലാവരുടെയും വിശ്വാസം. പക്ഷെ ഭീമമായ തുകയുള്ള
ടെസ്റ്റുകളൊന്നും ജനറൽ ഹോസ്പിറ്റലിൽ ഇല്ല. അതെനിക്കൊരു അനുഭവം തന്നെയാണ്. കാരണം പാവപ്പെട്ട ജനങ്ങൾ ഈ രോഗം വന്നാൽ മരിക്കുകയല്ലാതെ വേറൊരു സംവിധാനമില്ല. ഇപ്പൊ എറണാകുളം ഹോസ്പിറ്റലാണെന്നുണ്ടെങ്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ആകെ പറഞ്ഞെന്താണ്, ഇത് കിട്ടിയത് മാസങ്ങളോളമുള്ള ചികിത്സയാണ്. മാസങ്ങളോളം കഴിയുമ്പോഴാണ് ഒരു സ്കാൻ വരെ ചെയ്തു തരുന്നത്. അപ്പൊ ആ സംവിധാനങ്ങൾ ഇവിടെ കൊണ്ടുവരാം, കൊച്ചിയിൽ കൊണ്ടുവരാം. എന്തുകൊണ്ട് നടക്കുന്നില്ല? ആരോഗ്യ മേഖല വലിയ ആരോഗ്യ മേഖല പറയുന്നത്. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകളുള്ള സ്ഥലമാണ് കൊച്ചി. എന്നിട്ട് പോലും ഇവിടെ അതിനായ സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ നമ്മൾ ഓരോരുത്തരും വിഡ്ഢികളല്ല, ഓരോ ജനങ്ങളും വിഡ്ഢികളല്ല. നമ്മുടെ അവകാശങ്ങളാണ് നമ്മൾ ചോദിക്കുന്നത്, അല്ലാതെ അവരുടെ ഔദാര്യങ്ങളല്ല. ഓരോ ആളുകളുടെയും ഓരോ പൈസ അധ്വാനത്തിന്റെ ഓരോ രൂപയും കൊടുത്തിട്ടാണ് ഇന്ത്യ പറയപ്പെടുന്ന നേതാക്കന്മാരായിക്കോട്ടെ, മറ്റുള്ള മന്ത്രി ആയിക്കോട്ടെ, MLA ആയിക്കോട്ടെ, മുഖ്യമന്ത്രി അടക്കം ജീവിക്കുന്നത്. അതാരും അടിയറവ് വെക്കരുത് എന്നുള്ളതാണ് എന്റെ ഒരു അപേക്ഷ. കാരണം ഇപ്പൊ സോഷ്യൽ മീഡിയയിലൂടെ എല്ലാ കാര്യങ്ങളും എല്ലാ ജനങ്ങളും അറിയുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോ ഈ ഹോസ്പിറ്റലിന്റെ മുന്നിൽ പ്രതിഷേധധാരണ ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്നവർ എല്ലാവർക്കും പ്രത്യേകിച്ച് ഒരു കാര്യമില്ലാത്തവരൊന്നല്ല. പക്ഷേ മാനുഷിക പരിഗണന എന്നുള്ളത് ഇവരുടെ മനസ്സുകളിൽ ഉള്ളത് കൊണ്ടിട്ടും മനുഷ്യ സേവനമാണ് നമ്മുടെ ഒരു ലക്ഷ്യം എന്നുള്ളത് കൊണ്ടും മാത്രമാണ് ഇന്നിവിടെ ഇത്രയും സമയം ഇവിടെ വന്നിരിക്കുകയും ഇങ്ങനൊരു പ്രതിഷേധം ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യാൻ വേണ്ടി ഇവിടെ കൂടിയിരിക്കുന്നത്. ജില്ലാ പ്രസിഡന്റ് AM ഷമീർ, AITUC നേതാവ് TM അബ്ബാസ്, STU ജില്ലാ സെക്രട്ടറി റഷീദ്, മുൻ കൗൺസിലർ ഹസീന നൌഷാദ്, ജില്ലാ സെക്രട്ടറി സുനിത നൌഷാദ് തുടങ്ങിയവർ സംസാരിച്ചു.